പിന്നെ മറ്റൊന്ന്, നമ്മൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഹജ്ജിന് അവിടെ എത്തി നമ്മൾ പല ആളുകളും കുറെ നേരത്തെ എത്തുന്നവരുണ്ട്, കുറച്ച് ലേറ്റ് ആയിട്ട് എത്തുന്നവരുണ്ട്, 2-3 ആഴ്ചകൾ അവിടെ ഹജ്ജിന്റെ മുമ്പ് ലഭിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ കാലാവസ്ഥ നല്ല സമ്മറാണ്, നല്ല ചൂടുള്ള കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ, വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഭയങ്കര അധികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ചിലപ്പോൾ ഹറമിലേക്കൊക്കെ പോയി തിരിച്ചു വരാനൊക്കെ ഒരുപാട് ലേറ്റ് ആവുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ക്യാരി ബാഗിൽ ആക്ച്വലി ഒരു കുപ്പി വെള്ളവും നമ്മൾ കൊണ്ടുപോകുന്നത് നല്ലതാണ്. പിന്നെ അത് പറയുമ്പോൾ നമ്മൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് പല ആളുകൾക്കും ഒരു വലിയ സംശയമാണ്. ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരാൾക്ക് ഒരു ആവറേജ് ഒരു 3 ലിറ്റർ ഒക്കെയാണ് നമ്മൾ കുടിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നല്ല വെയിലും വേർപ്പുമുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം. നേരെ മറിച്ച് നല്ല തണുപ്പുള്ള സിറ്റുവേഷൻ, നമ്മൾ എസിന്റെ അകത്ത് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം അധികം കുടിക്കണമെന്നില്ല. പക്ഷെ അതിന് സിമ്പിൾ ആയിട്ട് ദാഹമാണ് അതിന് നമുക്കൊരു ഇൻഡിക്കേറ്റർ. ദാഹം വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ മറ്റൊരു എളുപ്പ വഴി, നമുക്ക് വെള്ളം, നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറവാണോ എന്ന് അറിയാൻ നമ്മുടെ മൂത്രം, യൂറിന്റെ കളർ നോക്കിയാൽ മതി. വളരെ ഡാർക്ക് ആയിട്ടുള്ള കളറിലാണ് യൂറിൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നല്ല വെള്ളം കുടിക്കുകയും പിന്നീട് അത് വീണ്ടും ആ യൂറിന്റെ കളർ ക്ലിയർ ആകുന്നതോട് കൂടിയിട്ട് നമ്മളെ ഡീഹൈഡ്രേഷൻ കറക്ഷൻ ആയി എന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഭക്ഷണ കാര്യത്തിനെ കുറിച്ച്, ഭക്ഷണം നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ട് റെസ്ട്രിക്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ നമ്മൾ ആളുകളൊക്കെ, ഇപ്പൊ ഷുഗറുള്ള ആളുകൾ എല്ലാവരും വളരെ കുറച്ച് ഭക്ഷണം ഓവർ റെസ്ട്രിക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ അവിടെ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഷുഗർ ഉള്ള ആൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന പണിയായിരിക്കും. അവിടെ എത്തി നമ്മൾ തവാഫ് ചെയ്യാനും കുറെ നടത്തവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു മാന്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. പക്ഷെ അതേ സമയത്ത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനും പാടില്ല. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. വളരെ കുറച്ചും കഴിക്കരുത്, അതേപോലെ വയറ് നിറച്ച് കഴിച്ച് ബുദ്ധിമുട്ടാകുന്ന രീതിയിലും കഴിക്കരുത് എന്നാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ 2 കാര്യത്തിലും നമ്മൾ ഹൈജീനിക്